സം പീപ്പിൾ മേ ബി ഡൂയിങ്, സം മേ നോട്ട് ബി. ടീച്ചിങ് അതേഴ്സ്, അത് ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ മെക്കാനിസം. കൈയും കാലും ഒക്കെ എടുത്ത് നിങ്ങൾ മറ്റുള്ളവരെ, മമ്മിയെ പിടിച്ചങ്ങോട്ട് ഇരുത്തുക, ചുമ്മാ ഇരിക്കുവാണെങ്കിൽ മമ്മി ഞാൻ ഒരു വലിയ കോൺസെപ്റ്റ് പറഞ്ഞു തരാമെന്നും പറഞ്ഞുകൊണ്ട് ഇരുത്തുക. അല്ലെങ്കിൽ ഇളയ ആങ്ങളെയോ മൂത്ത ആങ്ങളെയോ മൂത്ത് ചേട്ടനെയോ വാട്ട് എവർ ആരെയും പിടിച്ച് മുന്നിൽ ഇരുത്തിയിട്ട് അവർക്ക് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ദിസ് ഇസ് എ വെരി ഗുഡ് ടെക്നിക്. ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. വോളിനെ നോക്കിയും അങ്ങനെയൊക്കെ യൂസ് ചെയ്യും. അതിന്റെ ഹാഫ് ബെനിഫിറ്റേ കിട്ടത്തുള്ളൂ. പക്ഷെ മറ്റുള്ളവരെ യൂസ് ചെയ്താൽ ഭയങ്കര ഫുൾ ബെനിഫിറ്റ് കേൾക്കും. അവരുടെ കണ്ണ് പോകുന്ന, അവരുടെ എക്സ്പ്രഷൻസ് പോകുന്ന, അവർ ചോദ്യം ചോദിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ ദാറ്റ് യു ക്യാൻ ഹാർനസ് ദ ബെസ്റ്റ് റിസൾട്ട് ഔട്ട് ഓഫ് ഇറ്റ് ഈ ടീച്ചിങ്ങിൽ നിന്ന്. സോ ദാറ്റ് ഈസ് എ വെരി ഗുഡ് ടെക്നിക്. ദെൻ യു ഹാവ് എറർ ലോഗ്. അത് നിങ്ങൾ ഈ ആക്റ്റീവ് റീകോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് എന്തൊക്കെ എറർ ആണോ അതിന്റെ മണ്ടയ്ക്ക് വർക്ക് ചെയ്യുന്നതാണ്. SQ3 എന്ന് പറയുന്നത് അതിനെ വലിയ ടെൻഷൻ അടിക്കേണ്ട, അത് റീഡിങ്ങിന്റെ മെക്കാനിസം ആണ്. അത് നിങ്ങളൊന്ന് ആദ്യമേ സർവേ ചെയ്യണം, റീഡ് സ്കിം ചെയ്യുക, ഹെഡിങ്, സബ് ഹെഡിങ്, ചാർട്ട്സ്, സമ്മറീസ്, പിന്നെ ടേൺ ഹെഡിങ് ഇൻ ടു ക്വസ്റ്റ്യൻസ്. ഓക്കെ, അത് അതാണ് ക്യൂ. അത് കഴിഞ്ഞിട്ട് റീഡ് ആക്റ്റീവ്ലി, ഫൈൻഡ് ആൻസേഴ്സ്. ആ ക്വസ്റ്റ്യന്റെ ആൻസർ ആ റീഡ് ചെയ്ത ആ പാരഗ്രാഫിനകത്ത് നിന്ന് ഫൈൻഡ് ചെയ്യുക, റിസൈറ്റ് ചെയ്യുക, ക്ലോസ് ദ ബുക്ക് ആൻഡ് ദെൻ സേ ഇറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്. അത് കഴിഞ്ഞിട്ട് തേർഡ് എന്തുവാണ്? റിവ്യൂ, റീവിസിറ്റ് കീ പോയിന്റ്സ് ലേറ്റർ, സം ഡേ ഓർ വീക്ക്. ഇനി അടുത്ത നമ്മൾ പോകുന്നത് തന്നെ റിവിഷനിലോട്ടാണ്. നെക്സ്റ്റ് സ്ലൈഡ്. റിവിഷൻ ടെക്നിക്. ഇതിപ്പോ നമ്മൾ സ്റ്റഡി ലേണിംഗ് ടെക്നിക്, ഇതാണ് റിവിഷൻ ടെക്നിക്.